നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. മദ്യനയം വികലവും അപ്രായോഗികവുമെന്ന് സുപ്രീം കോടതി. ബാർകോഴ കേസിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കോടതി. കെ എം മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കെ എം മാണിക്കെതിരെ മൃദുസമരവുമായി LDF. ചൊവ്വാഴ്ച BJP ഹർത്താൽ. ആർ ബാലകൃഷ്ണപിള്ളയുടേത് കായംകുളം കൊച്ചുണ്ണിയുടെ സത്യപ്രബോധനമെന്ന് കോൺഗ്രസ് മുഖപത്രം. കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് സൂചിപ്പിച്ച പിള്ള. BCCI അധ്യക്ഷനായി മത്സരിക്കുന്നതിന് N. ശ്രീനിവാസന് സുപ്രീം കോടതി വിലക്ക്. BCCI ഭാരവാഹികൾക്ക് ഇനി IPL ടീം ഉടമകളാകാൻ കഴിയില്ല. വാതുവയ്പിൽ ഗുരുനാഥ് മെയ്യപ്പനും രാജ്കുന്ദ്രയും കുറ്റക്കാർ. ശ്രീനിവാസന്റെ പങ്കിന് തെളിവില്ല. BJPയിൽ ചേരുമെന്ന റിപ്പോർട്ടോട് സുരേഷ് ഗോപിയുടെ സ്ഥിരീകരണം. BJPയിൽ ചേരാൻ പോവുകയാണോ? ഇനി ചേരും. പാർട്ടി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് ഗ്യാരണ്ടിയാക്കി നെടുമ്പാശ്ശേരി മോഡലിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം. ഹിന്ദുക്കൾ മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞത് ശ്രീപത്മനാഭന്റെ സ്വത്ത് ഉപയോഗിക്കാൻ. ദേശീയ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് നേട്ടങ്ങളുടെ 4ാം ദിവസം. ഇന്ന് നേടിയത് 9 സ്വർണ്ണമടക്കം 18 മെഡലുകൾ. 122 പോയിന്റുമായി കേരളം 1ാം സ്ഥാനത്ത്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മദ്യനയം വികലവും അപ്രായോഗികവുമാണെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം. കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. 10 ബാറുകൾക്ക് ഹൈക്കോടതി ലൈസൻസ് അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. 9 3 സ്റ്റാർ ബാറുകൾക്കും 1 4 സ്റ്റാർ ബാറിനും ലൈസൻസ് അനുവദിച്ച ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നത് വികലമായ മദ്യനയമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അത്ഭുതകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നിന്ന് കേൾക്കുന്നത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടെന്ന് വാക്കാൽ പരാമർശിച്ച ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ ഉത്തരവുകളും നൽകാനാവില്ലെന്നും വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലുള്ള കോടതിയലക്ഷ്യ നടപടികൾ റദ്ദാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും സുപ്രീം കോടതി തള്ളി. മദ്യനയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ വി ഗിരി ശ്രമിച്ചെങ്കിലും സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ നടപടികളുമായി ഹൈക്കോടതിക്ക് മുന്നോട്ട് പോകാം. റിപ്പോർട്ടർ, ദില്ലി. ധനമന്ത്രി കെ എം മാണി ഉൾപ്പെട്ട ബാർകോഴ കേസിന്റെ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ മേൽനോട്ടം വഹിക്കേണ്ട ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒരു മന്ത്രി ഉൾപ്പെട്ടു എന്നത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനുള്ള മതിയായ കാരണമല്ല. എന്നാൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ആവശ്യം വീണ്ടും പരിഗണിക്കാവുന്നതാണെന്നും കോടതി അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നത് 1 മാസത്തേക്ക് കൂടി കോടതി നീട്ടിവെച്ചു. ധനമന്ത്രി കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിന്റെ അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം വഹിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ഉന്നത ഇടപെടലാണ് ഇതിന് കാരണമെന്നുമായിരുന്നു ഹർജിയിലെ ആക്ഷേപം. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി ഉബൈദ് സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞു. സമാന സ്വഭാവമുള്ള ഹർജി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിരാകരിച്ചിരുന്നതായി സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി ചൂണ്ടിക്കാട്ടി. എന്നാൽ അത് ക്വിക്ക് വെരിഫിക്കേഷന്റെ സമയത്തായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ എത്തി നിൽക്കെ മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യത്തിന് പ്രസക്തിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മന്ത്രി ഉൾപ്പെട്ടു എന്നത് കേസിൽ മേൽനോട്ടം വഹിക്കാൻ മതിയായ കാരണമല്ല. അന്വേഷണം പുരോഗമിക്കവേ ഇത്തരമൊരു ആക്ഷേപമുണ്ടെങ്കിൽ ഹർജിക്കാരന് അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാവുന്നതാണ്. അതിനാൽ ഹർജി പരിഗണിക്കുന്നത് 1 മാസത്തേക്ക് നീട്ടിവെക്കുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെ 2 തവണ അന്വേഷണം ഏത് ഘട്ടത്തിലെത്തിയെന്ന് കോടതി AGയോട് ആരാഞ്ഞു. എന്നാൽ വ്യക്തമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഹർജി പരിഗണിക്കുന്നതിനെ അഡ്വക്കേറ്റ് ജനറൽ തുടർച്ചയായി എതിർത്തുവെങ്കിലും കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ സംഘടനയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം കെ എം മാണി ഉൾപ്പെട്ട ബാർകോഴ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് പ്രൊഫസർ AV താമരാക്ഷൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. അടുത്ത മാസം 3-ന് സെക്രട്ടേറിയറ്റിലേക്കും താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ അറിയിച്ചു. മാണിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കാനും ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ആന്റണി രാജു, രാജ്മോഹൻ ഉണ്ണിത്താൻ, മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് ആഷ്ലി, ജോണി നെല്ലൂർ, K. ഇസ്മയിൽ, ഒപ്പം തന്നെ രാജ്കുമാർ ഉണ്ണി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വികലവും പ്രായോഗികമല്ലാത്തതുമാണ് മദ്യനയം. ഞങ്ങളെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. കേരളത്തിൽ നടക്കുന്നത് അത്ഭുതകരമായ കാര്യം. കേരളത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. അതായത് മദ്യനയം പ്രായോഗികമല്ലാത്തവും വികലവും എന്ന് പറയുന്നതിനൊപ്പം തന്നെ കോഴ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ മദ്യനയം നടപ്പിലാക്കിയത് എന്നാണോ
അവിടെ നടക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾ അറിയുന്നത് എന്ന് കോടതി പറയാനുള്ള കാരണം? അല്ല, കോടതിയും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നടക്കുന്ന പിന്നെ ഈ വിരോധാഭാസങ്ങൾ കണ്ടിട്ടാണ് കോടതി ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ആരോപണം കേരളത്തിലെ ധനമന്ത്രിക്കെതിരെ ഒരു മദ്യ വ്യവസായി ഉയർത്തിയിരിക്കുന്നു. FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ആ മദ്യ വ്യവസായിക്ക് 83 ദിവസമായിട്ട് ഒരു തെളിവും ആ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഉന്നയിച്ച ആ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടാക്കാൻ വെറും അപഹാസ്യമായ നാടകങ്ങൾ കളിക്കുകയാണ്. കുറെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ടേപ്പുകൾ കൊണ്ടുവന്ന് പത്രക്കാർക്ക് കൊടുക്കുക, ചാനലുകാർക്ക് കൊടുക്കുക, അതൊരു ഡിസ്കഷനാക്കി മാറ്റുക. അപ്പോൾ ഒരു അപഹാസ്യമായ നാടകം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ സുപ്രീം കോടതിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ടാകാം ഒരുപക്ഷെ സുപ്രീം കോടതി ചോദിച്ചത്, ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇത് എന്തൊരു ഏർപ്പാടായത്. കാരണം ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ശ്രീ KM മാണി പ്രതിയല്ല, ഒരു ആരോപണ വിധേയനാണ്. അദ്ദേഹത്തെ പ്രതിയാക്കണമെങ്കിൽ ആവശ്യമായ തെളിവുകൾ ആരോപണം ഉന്നയിച്ച ആൾ കൊടുക്കണം. കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വീണ്ടും വീണ്ടും കേരളത്തിലെ ചാനലുകളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ആ ബാർ വ്യവസായി സ്വീകരിക്കുന്നത്. അതാണ് ഒരുപക്ഷെ. ശരി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കളുടെ വാദം അതാണ്. അഡ്വക്കേറ്റ് ആഷ്ലി, ഇവിടെ വികലവും പ്രായോഗികമല്ലാത്തതുമാണ് മദ്യനയം എന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയാണ്. 10 ബാറുകളുടെ കാര്യത്തിൽ മാത്രമാണ് സുപ്രീം കോടതി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടത്. എങ്ങനെയാണ് മദ്യനയം വികലവും പ്രായോഗികമല്ലാത്തതുമാണ് എന്ന് പറയുക? ഒന്നത്, ഇവിടെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ 10 ബാറുകളുടെ കാര്യത്തിൽ തന്നെ ഹൈക്കോടതി കാലപരിധി വെക്കുകയാണ്. ജനുവരി 10 വരെ സാവകാശം വേണം. സർക്കാർ പറഞ്ഞു പറ്റില്ല, 10 ദിവസമെങ്കിലും വേണമെന്ന്. കോടതി പറയുകയാണ് 5 ദിവസം മാത്രമേ ഉള്ളൂ, 23-നകം ലൈസൻസ് പുതുക്കി നൽകണം, പാലിച്ചില്ല എങ്കിൽ കോടതിയലക്ഷ്യ കേസിൽ നിയമ സെക്രട്ടറിയെയും എക്സൈസ് കമ്മീഷണറെയും നേരിട്ട് ഹാജരാക്കണം. മറ്റൊരു കാര്യത്തിലും ഇല്ലാത്തൊരു തിടുക്കം, മെറിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയുള്ള പ്രതികരണം, അത് കോടതി നടത്തുന്നു എന്ന് പറയേണ്ടി വരില്ലേ ഇവിടെ? അതൊരിക്കലുമില്ല. കാരണം ഇവിടെ സർക്കാരിന് ഒരു നയമേ ഉള്ളൂ. അത് സംസ്ഥാനത്ത് എത്ര 10,000-കണക്കിന് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ആ നയമാണ് ബാധകമായിട്ട് വരുന്നത്. ഓരോ സ്ഥാപനത്തിനും ഓരോ നിയമം ഉണ്ടാക്കുക എന്നുള്ളൊരു രൂപമില്ല. അപ്പൊ നിയമം പൊതുവായിട്ടാണ് ബാധിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ആ നിയമം ബാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ സ്ഥാപനമോ അതിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അതിൽ വരുന്ന വിധികളും കോടതികളുടെ ഇത്തരം നിരീക്ഷണങ്ങളും മൊത്തത്തിൽ ആ നയത്തെയാണ് ബാധിക്കുക. അത് തന്നെയാണ് ആ നയം അസാധുവായി പോകുന്നതിനുള്ള സാഹചര്യവും. ഇപ്പൊ ഒരു സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി വിധി നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അത് ഒരു കേസിലോ 10 കേസിലോ 50 കേസിലോ എന്നത് സംബന്ധിച്ച് യാതൊരു പ്രാധാന്യവുമില്ല. ഒരു വിധി ഒരു വിഷയത്തിൽ ഒരിക്കൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ വിധി രാജ്യത്തെ നിയമമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ അങ്ങനെ പറയട്ടെ. സുപ്രീം കോടതി 10 കേസിലാണോ ഏത് കേസിലാണോ എന്നുള്ള നമ്പർ നമുക്ക് മാറ്റി നിർത്താം. ഒരു തരത്തിലൊരു വിധി രാജ്കുമാർ ഉണ്ണി, ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ്, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്കുമാർ ഉണ്ണി, കോടതി വിധിയെ എങ്ങനെ കാണുന്നു ബാർ ഹോട്ടൽ അസോസിയേഷൻ? കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന കാര്യം, ഇത് ഞങ്ങൾ നേരത്തെ മാർച്ച് മാസം അവസാനം ഈ നടപടി എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇതിൽ വിവേചനമുണ്ട്, ഈ ചെയ്യുന്നത് തെറ്റാണ്, രാഷ്ട്രീയം കളിക്കാനുള്ള സാധനമല്ല ഇവിടുത്തെ ഹോട്ടൽ വ്യവസായം. രാഷ്ട്രീയം കളിക്കാതെ നിയമപരമായി ഉള്ള അല്ലെങ്കിൽ വിവേചനമില്ലാത്ത രീതിയിലുള്ള നിയമം ഉണ്ടാകണം, അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിപ്പോ അവസാനം സുപ്രീം കോടതി അതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം. 10 ഹോട്ടലുകളിൽ 4 എണ്ണം 418 എന്നുള്ള ഒരു സാങ്കല്പിക ലിസ്റ്റിൽ പെട്ടുപോയെന്നുള്ളത് കൊണ്ട് അവർക്ക് 3ഉം 4ഉം എല്ലാം ക്ലാസിഫിക്കേഷൻ ഉള്ളതാ. അതെങ്ങനെ മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നടത്താതിരിക്കും. അതുകൊണ്ടാണ് കോടതി തിടുക്കം കാണിക്കുന്നത്. കാര്യം കോടതി ബാക്കി 9 മാസമായി മറ്റുള്ളവർ ആ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ളവര് 3 സ്റ്റാർ 4 സ്റ്റാർ വിവേചനം എന്ത് എന്ന് 3 സ്റ്റാർ 4 സ്റ്റാർ വിവേചനം എന്തിന് എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. ഇനി 418 ബാറുകൾ ഒന്നിച്ചോ ഒറ്റയ്ക്കോ കോടതിയിൽ പോകാം. അപ്പോൾ സ്വാഭാവികമായും ഈ 10 ബാറുകൾക്ക് ഏത് വിധത്തിലാണോ കോടതി ഇളവ് അനുവദിച്ചത് സമാനമായ വിധത്തിൽ ബാക്കിയുള്ള 408 ബാറുകൾക്കും
കോടതി വിധി അനുകൂലമാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 408 അല്ല, 418 നിന്ന് 4 ബാറുകളാണ് ഉള്ളത്. അപ്പോൾ 414 ബാറുകൾക്കും. നികേഷ് ഇവിടെ സൂചിപ്പിച്ചത് കണക്ക് അത് സാധാരണ മനുഷ്യന് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവുമില്ലാതെ ഞങ്ങൾ ഈ മാർച്ച് 31 വരെ നടന്നിരുന്ന സ്ഥാപനങ്ങൾ പൂട്ടിയത്. അന്നേരം തീർച്ചയായിട്ടും കോടതി പരിശോധിക്കുന്ന എന്താ, നിയമപരമായി നിലനിൽക്കുന്നതാണോ അല്ലെങ്കിൽ ഇതിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ, വിവേചനമുണ്ടോ? അവർക്ക് ഒരാൾ നടത്തുകയും വേറൊരാൾ നടത്താതിരിക്കുകയും ചെയ്യുന്നു. ഈ നിലവിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതും ഹോട്ടലുകളുണ്ട് പ്രവർത്തിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഇതിപ്പോ ഹൈക്കോടതി വരുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക, ശ്രീ രാജ്കുമാർ ഉണ്ണി? ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിയർ വൈൻ പാർലറുകൾ ഈ പറയുന്ന 418 ബാറുകൾക്കും അനുവദിച്ചിട്ടുണ്ടല്ലോ. ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാമെങ്കിൽ, അവിടെ ഇരുന്ന ആളുകൾക്ക് ബിയറും വൈനും കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് ലിക്കർ കുടിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാവുകയല്ലേ? അല്ല, ഞങ്ങൾ നിലവിൽ ഈ FL11 ലൈസൻസ് ആയ ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എടുക്കുമ്പോൾ തന്നെ അപേക്ഷ കൊടുത്തതിനകത്ത് ഈ എടുത്തവരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്, അണ്ടർ പ്രൊട്ടസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ FL3 ലൈസൻസ് ആണ് ഞങ്ങളുടെ നിലവിലുള്ളത്. അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ആ കോടതിയുടെ ഉത്തരവ് വരുന്നതനുസരിച്ചായിരിക്കും ഞങ്ങൾ ഈ FL11 ലൈസൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതിയുടെ വിധി, ഇന്നത്തെ കോടതിയുടെ വിധിയുടെ പിന്തുടർച്ചയായിട്ട് ഫെബ്രുവരി 2 മുതൽ നടക്കാൻ പോകുന്ന കേസുകളിൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ FL11 ലൈസൻസ് നടക്കുന്നു എന്നുള്ള കാരണത്താൽ FL3ക്ക് ബാധകമൊന്നുമല്ല. കാര്യം FL3 ലൈസൻസ് നിലവിൽ നടന്ന സ്ഥലങ്ങളിൽ FL11 എടുത്തത് അണ്ടർ പ്രൊട്ടസ്റ്റോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗുണമാണെങ്കിൽ തീർച്ചയായിട്ടും FL3 ലൈസൻസ് തന്നേ പറ്റൂ ഗവൺമെന്റിന്. ശ്രീ മാത്യു ടി, നയരൂപീകരണം അതിൻ്റെ ഡ്യൂ പ്രോസസ്സിൽ നടന്നിട്ടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിൽ നിന്ന് ഇന്ന് വ്യക്തമാകുന്നത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് എന്ന് ഒരുപാട് പത്രവാർത്തകൾ ഉണ്ടായിട്ടുണ്ടാകും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ആ പറഞ്ഞ ആൾക്കേ അറിയുള്ളൂ, നമ്മൾ കയറി അതിനകത്ത് ഇടപെടണ്ട. യുക്തിഭദ്രമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും ഇനിയിപ്പോൾ സർക്കാർ തന്നെ മദ്യനയം ഭാഗികമായി പൊളിച്ചു, കോടതി ബാക്കിയുള്ളത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലാണോ കാര്യങ്ങൾ കാണേണ്ടത്? ഈ വിഷയത്തിൽ നയമില്ലായ്മ തന്നെയാണ് സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായി കണ്ടത്. 2014 ഏപ്രിൽ മുതൽ നടപ്പാക്കേണ്ടുന്ന മദ്യനയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കോടതി ഇടപെട്ടു എന്നൊക്കെ പറയാം. ഒരു ഡ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്നു UDF-നെ സംബന്ധിച്ച് എന്നുള്ളത് ഈ ദിവസങ്ങളിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുക. ഞാൻ നിയമസഭയിൽ പറഞ്ഞൊരു വാക്ക് ഇവിടെ ആവർത്തിക്കുക. ബാറ് വേണേൽ കോഴ വേണം, കോഴയിലെ ബാറില്ല. ഇതാണ് നയം. വ്യത്യസ്തമായ ഒരു നയവുമായി KPCC പ്രസിഡന്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തി. ഞാനത് നിൽക്കട്ടെ. ആ യാത്രയിൽ ഉടനീളം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ഇന്ന് തീരെ അപ്രസക്തമായി മാറിയിരിക്കുക. എന്തുകൊണ്ടാണ്? പ്രസംഗിക്കുന്നതൊന്നും ലക്ഷ്യം വെച്ചത് മറ്റൊന്നും എന്ന തരത്തിൽ UDF ആദ്യം മുതൽ ഈ മദ്യനയത്തെ മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇന്ന് എത്തി നിൽക്കുന്ന ഈ അവസ്ഥ. ഗവൺമെന്റ് പറയുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ ഷാപ്പുകളും തുറക്കാൻ പോകുന്നു. ഇപ്പോൾ 10 എന്നുള്ളത് കോടതി പറഞ്ഞെങ്കിലും അതിന് സമാന്തരമായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായി നിൽക്കുന്ന നിരവധി ബാറുകൾ കൂടി തുറക്കാതെ ഗവൺമെന്റ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം എന്നുള്ളത് വെറും ഒരു വാചകവടിയായി മാറുകയും നയമില്ലായ്മ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ലക്ഷ്യം വെച്ചത് വളരെ കൃത്യമായി കോഴയാണ് എന്ന് ഈ ദിവസങ്ങളിലെ സംഭവവികാസങ്ങളോട് വ്യക്തമായിക്കൊണ്ടിരിക്കുക. എവിടെ കോഴ കിട്ടിയോ അവിടെ ബാർ തുറന്നു കൊടുത്തു. ഇപ്പോൾ വലിയ രസകരമായ സ്ഥിതിവിശേഷം, ഈ 418 ബാറുകൾക്ക് ലൈസൻസ് കിട്ടാനും കോഴ, 321 നിന്ന് 418 തുറക്കാതിരിക്കാനും കോഴ, എല്ലാ തരത്തിലും കോഴമയമാക്കിയത് മാറ്റി. ഇതിൽ ധനകാര്യമന്ത്രി മാത്രമല്ല മറ്റ് പല മന്ത്രിമാരും UDF സംവിധാനമാകുകയും ഈ അഴിമതി സംസ്കാരത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഞങ്ങൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് കോടതി നടത്തിയ പരാമർശത്തിൻ്റെ ഒരു സാരാംശം. അതിന് ബഹുമാന്യായ രാജ്ഭവൻ ഉണ്ണിത്താൻ നൽകിയ വ്യാഖ്യാനം ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഒരു തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ ജോണി നെല്ലൂർ, എന്താണ് താങ്കളുടെ ഈ വിഷയത്തിൽ? കേരളത്തിൽ പുതിയ മദ്യനയം രൂപപ്പെടുത്തിയ ഘട്ടത്തിൽ അതിനെ വിമർശനാത്മകമായി UDF-ൽ നിന്നുകൊണ്ട് വിലയിരുത്തിയ ആളാണ് താങ്കൾ. താങ്കളെപ്പോലുള്ളവർ വേറെയും ഉണ്ടാകും UDF-ൽ. ഒടുവിൽ തിരുത്തലുണ്ടായി. ആ തിരുത്തലിന്മേൽ തന്നെ വെള്ളം ചേർക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിമർശനം സാങ്കത്യമുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ?
നികേഷ്, ഇവിടെ മദ്യനയം ഗവൺമെന്റ് രൂപീകരിച്ചത് ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ മദ്യനയം രൂപീകരിച്ച് അത് നടപ്പാക്കാൻ വന്നപ്പോൾ സാങ്കേതികമായി ചില തടസ്സങ്ങളുണ്ടായി. കോടതി ഇടപെട്ടു, കോടതിയുടെ ഉത്തരവുകൾ വന്നു. പക്ഷേ ഗവൺമെന്റ് കോടതി ഉത്തരവുകളെ മാനിക്കുന്നതോടൊപ്പം തന്നെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകുവാൻ ഒരിക്കലും ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളത് ഇവിടെ നാം മുഖ്യമായി കണക്കാക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഹൈക്കോടതി 10 ബാറുകൾക്ക് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും അത് കൊടുക്കാതെ അതിനെതിരെ അപ്പീൽ പോയ ഒരു ഗവൺമെന്റ് അത് ആത്മാർത്ഥതയെ കൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഞാനൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ പറയട്ടെ, അത് കുറെ കൂടി ചർച്ച ചെയ്ത് ഒരു മദ്യനയമായി രൂപീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കോടതിയിൽ പോകുമ്പോൾ ഇതുപോലെ പഴുതുകളില്ലാത്ത വിധത്തിൽ അത് നേരെ ചൊവ്വേ ഒരു മദ്യനയമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു ബോഡി തീരുമാനിച്ച മദ്യനയം എന്നുള്ള നിലയിൽ അതിനെ ഓൺ ചെയ്യുകയാണ്. ആ ഓൺ ചെയ്തുകൊണ്ട് ഇവിടെ ഇവരൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായ മാത്യു ടി തോമസ് പറയുന്നത് കേട്ടു, ഇവിടെ ബാറുകൾ അനുവദിക്കുന്നത് കോഴയുടെ അടിസ്ഥാനത്തിലാണെന്ന്. ഞാൻ വളരെ വിനയത്തോട് ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാറുകൾ അനുവദിച്ചത് കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്താണ്. അതെല്ലാം കോഴയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് മാത്യു ടി തോമസ് ഇവിടെ പറയണം. ഇവിടെ ബാറുകൾ, അടച്ചിട്ട ബാറുകൾ ഒന്നും തുറക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചില്ല. 312 ബാറുകൾ അടച്ചിട്ട് തുറക്കാൻ കോടതി പറഞ്ഞു. കോടതി തീരുമാനിച്ചുകൊണ്ടാണ് ഇത് തുറന്നത്. അപ്പൊ മാത്യു ടി തോമസിനെ പോലുള്ള ആളുകൾ ഉത്തരവാദിത്വമില്ലാതെ ശരി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ, എന്റെ ചോദ്യം ഇതാണ്, ഗവൺമെന്റ് ഡ്യൂ പ്രോസസ്സിൽ കൂടെ അല്ല പോയത് എന്നതുകൊണ്ടാണോ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായി ഒരു മദ്യനയം അത് രൂപീകരിച്ചപ്പോൾ ഒരു ഇൻഡസ്ട്രി ആകെ നിന്നുപോയൊരു സാഹചര്യം ഉണ്ടായി. മദ്യമുതലാളിമാർ അതിനെതിരെ കോടതിയെ സമീപിച്ചു. ആ സമീപിച്ചപ്പോൾ കോടതി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചപ്പോൾ വിവേചനപരമാണ് എന്നുള്ള അബ്കാരി മുതലാളിമാരുടെ വാദഗതി കോടതി അംഗീകരിച്ചു. ആ വിവേചനപരമായ തീരുമാനം ഉണ്ടാക്കാതിരിക്കുവാൻ കുറെ കൂടി ചർച്ചകൾ ആവശ്യമായിരുന്നു എന്ന് ആദ്യം മുതൽ പറഞ്ഞയാളാണ് ഞാനൊക്കെ. ഇനി ചെയ്യാവുന്നത് തീർച്ചയായും ഗവൺമെന്റിന് ഒരു മദ്യനയം രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഗവൺമെന്റ് നിശ്ചയമായും കോടതിയെ മാനിച്ചുകൊണ്ട് തന്നെ പഴുതുകളില്ലാത്ത മദ്യം ഘട്ടം ഘട്ടമായി നിരോധിക്കുന്ന ഒരു നല്ല നയം രൂപീകരിച്ചുകൊണ്ട് അടുത്ത കൊല്ലം മുതൽ നടപ്പാക്കുമെന്നുള്ള കാര്യത്തിലെ ഒരു സംശയം. ഒരു പുതിയ മദ്യനയത്തെ കുറിച്ചാണ് ശ്രീ ജോണി നെല്ലൂർ പറയുന്നത്. തുടരുക, നമുക്ക് എല്ലാവരോടും ചോദിച്ച് ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിലുള്ള 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിൽ എന്തിനാണ് വിവേചനം എന്ന ചോദ്യവും സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നു. നിലവിൽ ഗവൺമെൻറ് നയമനുസരിച്ച് അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞതനുസരിച്ച് 4 സ്റ്റാറിന് മുകളിലുള്ള ബാറുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ശരിയാണ്, 312 കൂടി ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ കേരളത്തിൽ 3 സ്റ്റാറും 4 സ്റ്റാറും പ്രവർത്തിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ, അതാണ് നേരത്തെ ശ്രീ രാജ്കുമാർ ഉണ്ണി പറഞ്ഞത്, അടുത്ത മാസം ഹൈക്കോടതിയിൽ വാദം വരുമ്പോൾ ഞങ്ങൾ സുപ്രീം കോടതി വിധി കാണിക്കും. അങ്ങനെ 3 സ്റ്റാറും 4 സ്റ്റാറും ഇവിടെ പ്രവർത്തിക്കേണ്ട സാഹചര്യം കൂട്ടിച്ചേർക്കാൻ കഴിയും അവർക്ക്. ഈ 418 ബാറുകളിൽ എല്ലാം തന്നെ ബിയർ വൈൻ ലൈസൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ബിയർ കുടിക്കുന്നവനും വൈൻ കുടിക്കുന്നവനും മോശം കണ്ടീഷനിൽ കുടിച്ചോട്ടെ, ബാക്കിയുള്ള ലിക്കർ കുടിക്കുന്നവൻ മാത്രം നല്ല കണ്ടീഷനിൽ കുടിച്ചാൽ മതി എന്നൊന്നും പറയാൻ കഴിയില്ല. ആകെ കുളമായ ഒരവസ്ഥയിലാണോ ഇപ്പോൾ മദ്യനയം? നികേഷ്, ഇന്നേക്ക് കൃത്യം 5 മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 22-ാം തീയതി ഇതേ ചാനലിൽ ഏതാണ്ട് ഇതേ സമയം നടന്ന ചർച്ചയിൽ ഞാനൊക്കെ പങ്കുവെച്ച പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് അതേപടി സുപ്രീം കോടതി ഇന്ന് വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഇവിടെ മദ്യനയം നടപ്പിലാക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ അത്തരം ആശങ്ക എന്ന് പ്രകടിപ്പിച്ചത്. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് അന്ന് നമ്മൾ ഗവൺമെന്റ് തിടുക്കത്തിൽ കൊണ്ടുവന്ന മദ്യനയം നിയമപരമായി നിലനിൽക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് അന്ന് ഞങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. അതിനെ ശരിവയ്ക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി. 50 വർഷക്കാലമായി നിലവിലൊരു നയം, അതിനെ മാറ്റി പൊടുന്നനവേ ഒരു നയം കൊണ്ടുവരുമ്പോൾ അതിന് നിയമത്തിൻ്റെതായ പിൻബലം വേണമായിരുന്നു, പഴുതുകൾ അടച്ചു വേണമായിരുന്നു. ഇവിടെയുള്ള നിരവധിയായ കമ്മീഷൻ റിപ്പോർട്ടുകൾ, ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളുടെ പിൻബലം വേണമായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളിലൊക്കെ അനുസരിച്ചുള്ളൊരു നയം വേണമായിരുന്നു. അതല്ലാതെ എടുത്തുചാടി ഗൃഹപാഠം ചെയ്യാതെ നിയമപരമായ പഴുതുകൾ അടയ്ക്കാതെ ഒരു നയം കൊണ്ടുവന്നതിൻ്റെ
തിക്തഫലമാണ് ഇന്നുണ്ടാവുക. ഇത് ഞങ്ങൾ ഈ ആശങ്ക 5 മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പ്രകടിപ്പിച്ചതാണ്. അന്ന് ഞങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കേരളത്തെ മദ്യമുക്തമാക്കാൻ ശരിയായ ഒരു മദ്യനയം വേണമെന്ന് തന്നെയായിരുന്നു. അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് ഈ ലോ ഓഫ് ദി ലാൻഡ് സുപ്രീം കോടതി തന്നെ ഞങ്ങളുടെ ആശങ്ക ശരിവെച്ചതോടുകൂടി ഇന്നത് മദ്യമുതലാളിമാർക്ക് ഈ 418 ബാറുകളും ഏതാണ്ട് തുറന്നു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ സുപ്രീം കോടതി അവർക്ക് പിൻബലം നൽകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മദ്യനയം ഏതാണ്ട് സമ്പൂർണമായി അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിധി. രാജ്മോഹൻ ഉണ്ണിത്താൻ, വികലവും പ്രായോഗികവും അല്ലാത്തതാണ് എന്ന് സുപ്രീം കോടതി മാത്രമല്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എന്നാണ് UDF ഘടകകക്ഷി നേതാവായ ശ്രീ ആന്റണി രാജു പോലും പറയുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്റണി രാജുവിന്റെ വാദം കേട്ട് അതെ ശ്രീ നികേഷ്, ശ്രീ ആന്റണി രാജുവിന്റെ വാദം കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം UDF യോഗത്തിലാണ് ഇതൊക്കെ പറയേണ്ടത്. ആരും പറഞ്ഞതായി എനിക്കറിവില്ല. മാത്രമല്ല UDF ശുപാർശ ക്യാബിനറ്റാണ് തീരുമാനമാക്കി മാറ്റിയത്. ആ ക്യാബിനറ്റിൽ ഈ പറയപ്പെടുന്ന ആന്റണി രാജുവിന്റെ 2 മന്ത്രിമാരുണ്ട്. അതിൽ ഒരാള് നിയമവിദഗ്ധനാണ് KM മാണി. ഈ 2 മന്ത്രിമാരിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഇത് വികലമായ ഒരു നയമാണെന്നോ ഇത് നടപ്പാക്കരുതെന്നോ നടപ്പാക്കിയാൽ ഈ മദ്യനയം അട്ടിമറിക്കപ്പെടുമെന്നോ പറഞ്ഞതായി ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ചാനലിൽ വന്നിരുന്ന് എന്തു വേണമെങ്കിലും പറയാം, പറയേണ്ടടുത്ത് പറയേണ്ട രീതിയിൽ പറയണം. അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ മദ്യനയം അംഗീകരിക്കപ്പെട്ടതെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിവുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി അത് തുടർ നടപടികൾ അതിലുണ്ടാകും. ഇവിടെ ഒരു ഇന്ററിം സ്റ്റേ, ആ ഇന്ററിം സ്റ്റേക്ക് സുപ്രീം കോടതിയിൽ പോയതാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഇന്ററിം ഓർഡറിന് ഒരിക്കലും സ്റ്റേ സുപ്രീം കോടതി കൊടുക്കാറില്ല. എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. അതേസമയം കേരളത്തിലെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി വരുമ്പോൾ മദ്യനയം രൂപീകരിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് ആണ്. അതിന്റെ അവകാശം അവർക്കാണ്. അതൊരിക്കലും അട്ടിമറിക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കില്ല. കേരള ഗവൺമെന്റ് എടുക്കുന്ന ഒരു തീരുമാനത്തിനെതിരായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഈ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തുടരുക. PC ജോർജ്, കോടതി വിധി താങ്കൾ കണ്ടല്ലോ. 418 ബാറുകളും തുറക്കാൻ പോകുന്ന വിധത്തിൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന വിധിയാണ് എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ താങ്കൾ? സുപ്രീം കോടതി വിധി ഗവൺമെന്റ് നയത്തിന് എതിരായ ഒരു വിധിയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് നമ്മൾ വസ്തുത വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ആ വിധിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജനപ്രതിനിധികളുടെ കമ്മിറ്റി, PC ജോർജ്, താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം ആരും പറയാതെ തന്നെ മനസ്സിലാകും. അത് അങ്ങനെ ആകാൻ പാടില്ല. നയത്തിന് വിരുദ്ധമായി കോടതി ഗവൺമെന്റാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, 418 ബാറുകൾ തുറക്കുന്ന സാഹചര്യമാണോ ഇനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്? യാതൊരു കാരണവശാൽ ഈ ഗവൺമെന്റ് കാലത്ത് ഒരു ബാറും തുറക്കാൻ അനുവദിക്കുന്ന പ്രശ്നം 418 പൂട്ടിക്കിടക്കും. അതെങ്ങനെ? ഏത് കോടതി പറഞ്ഞാലും അതെങ്ങനെ സാധിക്കും? അതെങ്ങനെ സാധിക്കും വെച്ചാൽ സുപ്രീം കോടതി പോഴും സുപ്രീം കോടതി റിവിഷൻ പെറ്റീഷൻ കൊടുക്കും. അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. വെറുതെ പറയാതെ PC ജോർജ്, ഇതിനകം തന്നെ ഹൈക്കോടതിയിൽ തന്നെ ഗവൺമെന്റ് വിമർശനം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ജനുവരി 10 വരെ സാവകാശം വേണമെന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതാണ്. പറ്റില്ല, 5 ദിവസം കൊണ്ട് ആകണം എന്ന് കോടതി പറയുകയാണ്. ഡിസംബർ 23-നകം ലൈസൻസ് പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കോടതിയലക്ഷ്യ നടപടികൾ തടയാൻ പോലും സുപ്രീം കോടതി ഇന്ന് തയ്യാറായിട്ടില്ല. മാത്രമല്ല, നികുതി വകുപ്പ്, എക്സൈസ് കമ്മീഷണർമാർ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ നടപടി റദ്ദാക്കാൻ ഇന്ന് സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഞാൻ ഏതായാലും ഒരു കാര്യം പറയാം. ഒരു ഗവൺമെന്റിന്റെ പോളിസിക്ക് എതിരായി, ഗവൺമെന്റ് നയമെടുക്കുന്ന തീരുമാനത്തിനെതിരായി കോടതി എങ്ങനെ പറയുന്നത്? കോടതി പറയാം, ഭരണഘടനാപരമായ ആ തീരുമാനത്തിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമാണ് കോടതിക്കുള്ളത്. അതല്ലാതെ നയം രൂപീകരിക്കുന്ന കോടതിയാണ്. അല്ല, ഇവിടെ 3 സ്റ്റാറും 4 സ്റ്റാറും തമ്മിൽ എന്തിന് വിവേചനം എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. എന്തിനാണ് വിവേചനം? എന്തിനാണ് വിവേചനം എന്ന് വെച്ചാൽ 3 സ്റ്റാർ 4 സ്റ്റാർ 4 സ്റ്റാർ ആയി എന്നുള്ള വിവേചനം എന്ന തർക്കം. ഈ 3 സ്റ്റാറും 4 സ്റ്റാറും അല്ലാത്ത സാധാരണ കടകൾ പോലെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോൾ ബിയറും വൈനും വിൽക്കാൻ തീരുമാനിച്ചല്ലോ.
അപ്പോൾ വൈനും ബിയറും കുടിക്കുന്നവൻ മോശം കാലാവസ്ഥയെ കുടിച്ചോട്ടെ, ബാക്കിയുള്ള 3 സ്റ്റാറിലും 4 സ്റ്റാറിലും ഉള്ളവൻ കള്ളു കുടിച്ചോട്ടെ എന്നാണോ? അല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കുടിച്ചോട്ടെ എന്നാണോ? ഞാൻ പറഞ്ഞത് എന്താ അർത്ഥമുണ്ട്? നമ്മൾ പറയുമ്പോൾ ന്യായം പറയണ്ടേ? ഇവിടെ വൈനും ബിയറും 10% താഴെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ്. നമ്മുടെ നിയമസഭ കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യാസക്തിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വീര്യം കുറഞ്ഞ മദ്യം കൊടുത്ത് അവരെ അതിൽ നിന്ന് മദ്യത്തിൽ നിന്ന് അവരെ വിമുക്തമാക്കണം. അതിനുള്ള ശ്രമത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് ഈ വീറും മൈനും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ നമുക്കിപ്പം കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ വിധിയും അനുസരിച്ചല്ലേ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കോടതി പറയുന്നു നിങ്ങൾക്ക് മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ മദ്യം പൂർണ്ണമായും ദയവായി തുറക്കുക. അഡ്വക്കേറ്റ് ആഷ്ലി, സുപ്രീം കോടതിക്ക് അങ്ങനെ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് അങ്ങനെ മാറ്റിയും മറിച്ചും ഒക്കെ പറയാം. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒട്ടേറെ കാര്യങ്ങൾ വൈരുദ്ധ്യമായി തന്നെയുണ്ട്. ഈ വിഷയത്തിൽ അമിതമായ ഇടപെടൽ നേരത്തെ ശ്രീ PC ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെയുണ്ട്. അന്തിമമായി മദ്യനിരോധനം എന്ന് പറയുന്നത് ഔട്ട്ലെറ്റുകളിലും വിൽക്കാൻ പാടില്ല, ബാറിലും വിൽക്കാൻ പാടില്ല എന്ന നിലയിൽ മാത്രമേ പാടുള്ളൂ എന്ന് എങ്ങനെയാണ് കോടതിക്ക് വിധി എഴുതാൻ കഴിയുക? ഗവൺമെൻറ് പറയുന്നത് ഇത് വെറും മദ്യനിരോധനം മാത്രമല്ല, ഞങ്ങളിത് മദ്യവർജനം എന്ന നയം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഇവിടെ മദ്യനിരോധനം നടപ്പാക്കി 100 പേർ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ച കോടതി അതിനെയും വിമർശിക്കും. അതേസമയം മദ്യവർജനത്തിൻ്റെ പാതയിൽ പോകുന്നതിന് വേണ്ടി ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ എങ്ങനെയാണ്, ഗവൺമെൻറ് സമീപനമല്ല, ഗവൺമെൻറ്റാണ്, എക്സിക്യൂട്ടീവാണ് ഇവിടെ നയം രൂപീകരിക്കേണ്ടത്. ആ നയരൂപീകരണത്തെ എങ്ങനെയാണ് കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക? നയരൂപീകരണത്തിൽ പ്രത്യേകിച്ചും അബ്കാരി നയത്തിന്റെ കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുന്നത് അതിൽ ഭരണഘടന അനുസരിച്ച് നൽകുന്ന വിവേചനമുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ്. ഒരേ ഗണത്തിലുള്ള സ്ഥാപനങ്ങൾ വിവിധ തരത്തിൽ പരിഗണിക്കുകയും ചിലർക്ക് നടത്താനും ചിലർക്ക് നടത്താതിരിക്കാനും സൗകര്യം ഏർപ്പെടുത്തുക എന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ കോടതി നിർബന്ധമായി അതിനകത്ത് ഇടപെട്ടേ പറ്റുള്ളൂ. ഇവിടുത്തെ സ്ഥിതി എന്താ? കേരളത്തിൽ ബാർ ഹോട്ടലുകളെയാണ് നിരോധിച്ചത്. ഈ മൊത്ത വിൽപ്പനയുടെ ഏതാണ്ട് 10% താഴെ മാത്രമാണ് ബാർ ഹോട്ടലുകളോട് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരവധി തവണ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 85% വിൽക്കുന്ന സർക്കാർ ഔട്ട്ലെറ്റുകളൊന്നും പൂട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഹൈവേയുടെ ഓരത്തുള്ള ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ അടിയന്തരമായി അടച്ചുപൂട്ടണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും 10% മാത്രമാണ് പൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോൾ സർക്കാരിന് ഒരു ഉദ്ദേശശുദ്ധി ഇല്ലാതെ ആവുന്നു. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നയത്തിന് ഉദ്ദേശത്തിന് നിരക്കുന്നതാണ് നിയമമെങ്കിൽ മാത്രമേ കോടതികൾ അത് നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതൊന്നും പാസ്സാക്കുന്ന നിയമങ്ങൾ വേറൊന്നും എന്നുള്ളതാണ് ഈ നയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അപാകതയായിട്ട് എല്ലാ കാലത്തും രൂപീകരിക്കുകയാണ്. ആ നയരൂപീകരണത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ട് പ്രായോഗികമായി എന്ന് കണ്ടപ്പോൾ പ്രായോഗികമായ തിരുത്തലുകളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ താങ്കൾ തന്നെ ആ കേസ് വാദിച്ചതാണ് എന്നാണ് എൻ്റെ അറിവ്. 418 ബാറുകൾ ഉപയോഗശൂന്യമല്ലാത്തതാണ്, വൃത്തിഹീനമാണ് എന്ന് കണ്ടപ്പോൾ ആ 418 ബാറുകൾ അടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ബാറുകൾ ചിലത് മാത്രം അടയ്ക്കുന്നത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന കാരണത്താൽ 312 കൂടി അടച്ച് ബാർ എന്നത് തന്നെ വേണ്ട, 5 സ്റ്റാറിന് മാത്രം അനുമതി നൽകിയാൽ മതി എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. അതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് അതല്ല, 4 സ്റ്റാറും 5 സ്റ്റാറിൻ്റെ തന്നെ കാറ്റഗറിയിൽ വരേണ്ടതാണ്, ഹെറിറ്റേജ് ബാറുകൾ ഇവിടെ ആവശ്യമാണ് എന്ന്. അത് കോടതി പറയുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റിന് അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടില്ല. ഈ പറയുന്ന 730 ബാറുകളിലും ബിയർ വൈൻ പാർലറുകൾ നടക്കട്ടെ എന്ന നിലയിലാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതാണ് നയം. അതിൽ എന്ത് വിവേചനമാണ് സുപ്രീം കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇവിടെ മദ്യനിരോധനം ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ മദ്യവർജനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അല്ല സർ, ഇത് നികേഷ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഒരൊറ്റ നയത്തിന്റെ ഭാഗമല്ല. ഇത് ആദ്യം ഉണ്ടാക്കിയ നയം എന്ന് പറയുന്നത് പുതിയ സ്ഥാപനങ്ങൾ വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു. അതിന് ചോദ്യം ചെയ്ത് അതിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുകയും 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കണമെന്നും കഴിഞ്ഞ വർഷം സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് 4 സ്റ്റാർ ഹോട്ടലുകളും 3 സ്റ്റാർ ഹോട്ടലുകളും പ്രവർത്തിക്കേണ്ടതില്ല എന്ന പുതിയ നയം വരുന്നത്.
ആ 418 ഹോട്ടലുകൾ പൂട്ടുന്നതും കഴിഞ്ഞ തവണ സുപ്രീം കോടതി വിധി വന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് രണ്ട് തരത്തിലാണ് കാണേണ്ടത്. നിയമപ്രകാരം ഇവര് പിന്നെ അംഗീകരിച്ച് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുത്തേ മതിയാകൂ. അത് ചട്ടമാണ്. അതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായുള്ള തിരിച്ചടി എന്ന് വേണമെങ്കിൽ അതിനെ ആത്യന്തികമായി വിശേഷിപ്പിക്കാം. ശ്രീ മാത്യു ടി, പക്ഷേ എങ്കിൽ പോലും കോടതിയുടെ അമിതമായ ഇടപെടൽ കാണുന്നില്ലേ ഈ വിഷയത്തിൽ? ഞാൻ ശ്രീ മാത്യു ടി തോമസിനോടാണ് ചോദിച്ചത്. ഞാൻ മടങ്ങിയെത്താം. സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എക്സിക്യൂട്ടീവിന് തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് രണ്ട് പക്ഷമില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് തന്നെയായിരിക്കണം നയം തീരുമാനിക്കേണ്ടത്. ആ ഗവൺമെന്റ് നയിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ സംവിധാനത്തിന്റെ നയങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ആദ്യം മുതൽ തന്നെ അവ്യക്തമായ ചില കാര്യങ്ങൾ, അവിടെ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഭരണ നേതൃത്വവും രാഷ്ട്രീയ ഭരണ നേതൃത്വവും, ഞാൻ തിരുത്തട്ടെ, രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും തമ്മിലുള്ള ഒരു മത്സരം, ഒരു പ്രതിച്ഛായ മത്സരം. KPCC പ്രസിഡന്റ് ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രി അതിനെ കടത്തിവെട്ടുന്നു. അങ്ങനെ പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിവരികയാണ്. ഇവിടെ പ്രായോഗികമായ ഒരു കാര്യങ്ങളും അന്ന് പരിഗണിച്ചില്ല. പക്ഷേ ഒന്നുണ്ട്, ഇത്തരം തീരുമാനങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് മറ്റു ചില അന്തർനാടകങ്ങൾ, ഞാൻ നേരത്തെ അത് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. അപ്പോൾ സർക്കാരിൻ്റെ അവകാശമായ നയരൂപീകരണത്തിൻ്റെ അവ്യക്തത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ ആർബിട്രറി ആകുമ്പോൾ, അല്ലെ ഭരണഘടനാ വിരുദ്ധമോ നിയമവിരുദ്ധമാകുമ്പോൾ കോടതി ഇടപെടും. കോടതിക്ക് ഇടപെടാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് യു ഡി എഫ് ഗവൺമെൻറ്റും നിരന്തരമായി എടുത്ത വ്യത്യസ്തമായ നിലപാടുകളും നയവ്യതിയാനങ്ങളുമാണ് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനായത്ത ഭരണ സമ്പ്രദായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അധികാരമായ നയരൂപീകരണം ഫലപ്രദമായി നടപ്പാക്കാതെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ആർബിട്രറി ഉത്തരവുണ്ടായപ്പോൾ കോടതി ഇടപെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണ്. കോടതി പറഞ്ഞ എന്താ? ഈ നയത്തിൽ ഒരു വ്യക്തതയുമില്ല, വളരെയധികം ഡ്യൂ പ്രോസസ് ഇല്ല, പലതും ഇതിന്റെ പിന്നിലുണ്ട്, ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ കേരളത്തിലെ എല്ലാവരും ഇന്ന് ചർച്ച ചെയ്ത വിഷയമല്ലേ? പലതും ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ യുക്തിഭദ്രമല്ലാത്ത നയമാണ് ക്ഷണിച്ചു കൊണ്ടുവരുന്നത് എന്നാണ്. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ പറയുന്നത് കോടതിയിൽ കൃത്യമായ സമീപനം എടുക്കാത്തത് കൊണ്ടാണ് എന്നാണ്. അപ്പീൽ പോയതാണ്, AG അപ്പീൽ പോകാൻ പാടില്ല എന്ന് സർക്കാരിനെ ഉപദേശിച്ചിരുന്നു എന്നും സംസ്ഥാന മന്ത്രിസഭയിലെ ചിലരാണ് അപ്പീൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചത് എന്നും അപ്പീൽ പോയപ്പോൾ മദ്യനയത്തെ ആകെ തന്നെയും അട്ടിമറിക്കുന്ന വിധത്തിലുള്ള നിരീക്ഷണവും സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറലോ അല്ലെങ്കിൽ നിയമവിദഗ്ധരോ പറയുന്നത് സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് വ്യക്തിപരമായ തീരുമാനം എടുത്ത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ മുന്നോട്ട് പോകുന്നത്? നികേഷേ, കേരളത്തിലെ ഗവൺമെന്റിന്റെ മദ്യനയവും ആ മദ്യനയത്തിനെതിരായിട്ടുള്ള മദ്യ വ്യവസായികളുടെ ഒരു കേസും ഇപ്പൊ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായ ഒരു നയം 5 സ്റ്റാർ ഹോട്ടലുകൾക്കല്ലാതെ അതിന് താഴോട്ടൊരു ഹോട്ടലിനും ഇനി ബാർ കൊടുക്കില്ലെന്നാണ്. അപ്പൊ സ്വാഭാവികമായി സുപ്രീം കോടതിയെ സമീപിച്ച ആളുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കാൻ ആവശ്യപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഈ ബാർ ലൈസൻസ് കൊടുക്കുന്നത് അന്തിമമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോ അന്തിമമായി ആ വിധിയുടെ റിസൾട്ട് വരുമ്പോൾ അത് UDF ഗവൺമെന്റ് അനുകൂലമാണെങ്കിൽ സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്ത ബാറുകളൊക്കെ ആ വിധിക്ക് വിധേയമായി റദ്ദാക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോ സുപ്രീം കോടതി പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ബാറുകൾ, സംസ്ഥാന ഗവൺമെന്റ് തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാറുകൾ, ആ ബാറുകളും ഗവൺമെന്റും മദ്യ വ്യവസായികളും തമ്മിൽ നടക്കുന്ന കേസിന്റെ അന്തിമമായ വിധി, അതാണ് മദ്യനയത്തെ സംബന്ധിച്ചുള്ള തർക്കം, ആ വിധിക്ക് വിധേയമായിട്ടായിരിക്കും. ആ വിധി സംസ്ഥാന ഗവൺമെന്റ് അനുകൂലമാണെങ്കിൽ സുപ്രീം കോടതി തുറന്നു കൊടുക്കാൻ പറഞ്ഞ ബാറുകളൊക്കെ ആ വിധി വരുമ്പോ പൂട്ടണം. അതാണ് ഇവിടെ. പിന്നെ ശ്രീ മാത്യു ടി തോമസ് എന്റെ ബഹുമാന്യനായ സുഹൃത്താണ്. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു ചാനൽ വന്നിരുന്നു, കോഴ കോഴ കോഴ, ഏത് കോഴ, എന്ത് കോഴ, ആര് കോഴ കൊടുത്തു, എന്ത് തെളിവാ? ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ, വ്യക്തിഹത്യ നടത്താൻ, അത് KM മാണിയെ
ഒരു ബാർ മുതലാളി ഇറങ്ങി തിരിച്ചു. 83 ദിവസമായി ഏതെങ്കിലും ഉത്തരവാദിത്വപ്പെട്ട സ്ഥലത്ത് ശ്രീ KM മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുക്കുന്നതിന്റെ ശബ്ദരേഖയുണ്ട്, ദൃശ്യരേഖയുണ്ടെന്ന് പറഞ്ഞ ആ ബാർ മുതലാളി അതിലേതെങ്കിലും ഒരെണ്ണം പുറത്തുവിടാൻ ഇതുവരെ തയ്യാറായോ? അദ്ദേഹം നടത്തുന്ന ഈ വില കുറഞ്ഞ ഇത് പണ്ട് സരിതയുടെ പുറവിന് പോയതായവര് അപഹാസ്യരായി ഇതാ വീണ്ടും ഒരു മദ്യ മുതലാളിയുടെ പുറവിന് പോയി. അദ്ദേഹത്തെ വെച്ച് ഒരു UDF ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ മാത്യു ടി തോമസിനെ പോലുള്ളവർ കൂട്ടുനിൽക്കുന്നത് വളരെ അത്ഭുതകരമായി. രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മാത്യു ടി തോമസ്, അഡ്വക്കേറ്റ് ആഷ്ലി, ജോണി നെല്ലൂർ, ഒപ്പം തന്നെ രാജ്കുമാർ ഉണ്ണി ഈ വിഷയത്തിൽ പങ്കെടുത്തതിന് നന്ദി.